കൊനിച്ചിവ നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് 1-2 സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ടായിരുന്നു. ജപ്പാനിലെ വെജിറ്റബിൾ ചന്ത ഉണ്ടല്ലോ, പച്ചക്കറി ചന്ത, അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ റോബിൻ ചേട്ടൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. അതുപോലെ രാവിലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ റോബിൻ ചേട്ടൻ്റെ കടയിൽ നിന്നാണ് കഴിക്കുന്നത്, ഇന്ത്യൻ കിച്ചണിൽ നിന്ന്, റോബിൻസ് ഇന്ത്യൻ കിച്ചൺ. അപ്പോൾ അവിടെ നിന്ന് പോയി ഫുഡൊക്കെ കഴിക്കണം. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുണ്ടാണ്. അപ്പോൾ ഈ വേനൽക്കാലത്ത് നമ്മൾ ബോക്സറൊക്കെ ഇടുന്നതിനെക്കാട്ടിലും മുണ്ട് തന്നെ കേട്ടോ നമുക്ക് നല്ലത്. അപ്പോൾ എന്തായാലും ഇത്തവണ ഞാൻ മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണം കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണ ഈ മെറൂൺ മുണ്ടാണ് ഉടുക്കാറ്. അപ്പോൾ ഇന്നലെ കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ടവൽ ഉണങ്ങിയിട്ടില്ല കേട്ടോ. വൈകിട്ടാണ് ഞാൻ അലക്കിയിട്ടത്. വൈകിട്ട് അങ്ങനെ അലക്കിയിടാൻ പാടില്ല എന്നാണ് ജാപ്പനീസ് വിശ്വാസം. അന്ധവിശ്വാസങ്ങളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനതൊന്നും നോക്കിയില്ല. വൈകിട്ടാണ് അലക്കാനിട്ടത്. അങ്ങനെ ബാക്കി എല്ലാ തുണികളും ഉണങ്ങിയായിരുന്നു. അതൊക്കെ ഞാൻ എടുത്ത് വെച്ച് മടക്കി റെഡിയാക്കി കുളിച്ച് റെഡിയായിട്ട് നമുക്കിനി റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് പോകണം. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ജപ്പാൻ ചന്ത കാണാനായിട്ട് പോകണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ തന്നെ. അങ്ങനെ തുണിയെല്ലാം എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് നമ്മൾ റോബിൻ ചേട്ടൻ്റെ കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വഴിയാണ് കേട്ടോ പോകുന്നത്. സാധാരണ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തോടെയാണ് പോകുന്നത്. നമ്മൾ ഡയറക്റ്റ് നേരെ അങ്ങ് ക്രോസ് ചെയ്ത് പോകല്ലേ. ഇത് സൈഡിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് സൈക്കിളുകളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ജോലിക്ക് പോകാൻ വേണ്ടി വെച്ചിട്ട് പോയതും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വന്നതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ജോലിക്ക് പോകാൻ ഇവിടെയാണ് വെക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ഇവിടെ കുറേ സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. ഇതുണ്ട്, ഇതൊരു സെൻറ്ററാണ് കേട്ടോ. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒത്തിരി അവിടെ നിന്ന് മെക്ഡൊണാൾഡ്സ് മുതൽ ഇവിടെ ഫിറ്റ്നസ്, ജിമ്മ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ടായിരിക്കും. അവിടെ നമുക്ക് ദൈസോ കാണാം. അതിൻ്റെ ഏറ്റവും താഴെ പച്ചക്കറിയും ഇതൊക്കെ മേടിക്കാനായിട്ടുള്ള നമ്മുടെ കടകളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ജാപ്പനീസ് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഒരു ചെറിയൊരു ഷോപ്പ് പോലെയൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടെ ആൾക്കാരുണ്ട്. ഈ സൈഡിൽ കൂടെ നോക്കുമ്പോൾ അവിടെ ഒരു പോലീസ് ജീപ്പൊക്കെ കിടക്കുന്ന കാണാം. പിന്നെ ഇത്രയും തിരക്കുള്ള ഏരിയ ആയതുകൊണ്ട് വല്ല റൗണ്ട് അടിക്കലോ അങ്ങനെയൊക്കെ വല്ല കാര്യമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ കയറി ഒരു പോക്കറ്റ് റോഡുണ്ട്, അതുവഴി പോയിട്ട് ഒരു ടേണിങ് എടുത്ത് കുറച്ചങ്ങ് പോയാൽ മതി. ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന റോബിൻ ചേട്ടൻ്റെ കട എത്തും. അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ്. എളുപ്പമാണ് കേട്ടോ നടക്കാനായിട്ട്. ഇപ്പോൾ ടോക്കിയോയിൽ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ പൊറോട്ടയൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് ഈ സ്റ്റേഷൻ്റെ അടുത്ത് നിന്ന് പോയി വരാനുള്ള ദൂരം, നടക്കാനുള്ള ദൂരമുള്ളൂ. അതുകൊണ്ട് എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ നേരെ നടന്നു പോകണം. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സ്ഥലം നമ്മൾ എത്ര കണ്ടാലും മടുക്കില്ല. നല്ല വെള്ളമൊക്കെ ആയിട്ട് എപ്പോഴും ചിലപ്പോൾ താറാവ് പോലത്തെ അല്ലെങ്കിൽ നീർക്കാക്ക എന്തെങ്കിലുമൊക്കെ കാണും വെള്ളത്തിൽ. അപ്പോൾ ഇങ്ങനെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. ഞാൻ എപ്പോഴും പോകുമ്പോഴും അങ്ങനെയാണ് കേട്ടോ. പയ്യെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, അല്ലാതെ സ്പീഡിൽ നടന്നു പോക്കൊന്നുമില്ല. ഇങ്ങനെ ആടിപ്പാടി മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. എത്ര കണ്ടാലും ഈ സ്ഥലം മടുക്കില്ല. എന്തോ ഒരു പ്രത്യേകത ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് നേരെ ചെല്ലുമ്പോഴത്തേക്ക് റോബിൻ ചേട്ടൻ്റെ കടയുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ ദിവസവും അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതുപോലെ കുറച്ച് നാൾ സ്റ്റേ ചെയ്തത് റോബിൻ ചേട്ടൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ജപ്പാൻ ചന്ത കാണാനായിട്ട് പോകാനുണ്ട്. ചൈനക്കാരുടെ ചന്തയാണ്, എന്നാലും അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ട് കടയിലേക്ക്. അപ്പോൾ ചേട്ടൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ കടയിലേക്ക് വന്നു. അപ്പോൾ അവിടെ റോബിൻ ചേട്ടൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോൾ വ്ളോഗും ഷോർട്ടൊക്കെ ആയിട്ട് പഴയ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും റോബിൻ ചേട്ടൻ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നൊന്നുമില്ല. നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, തൊടുപുഴക്കാരനാണ്. അതുമാത്രമല്ല എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണ് കേട്ടോ, ഒരുപാട് ദൂരെയൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും കൈയൊക്കെ കഴുകി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വന്നു, ഞങ്ങൾ കഴിക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 സ്റ്റാഫും ഉണ്ട് കേട്ടോ. അവരും നല്ല ഫ്രണ്ട്ലിയാണ്, വർത്താനമൊക്കെ പറഞ്ഞ് ചിരിയും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. റോബിൻ ചേട്ടൻ പിന്നെ വീട്ടിലേക്കൊക്കെ ഉള്ള കോളിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇതിൻ്റെ ഫുഡിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ. ഒരു ചപ്പാത്തി പോലത്തെ ഒരു സാധനം, അതിൻ്റെ അകത്ത് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഇതൊരെണ്ണം കഴിച്ചാൽ മതി. പിന്നെ 4 നേരം ഇപ്പോൾ അങ്ങനെ മേലാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരുപാട് ചോറൊന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. രാവിലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. എന്നിട്ട് പിന്നെ ഉച്ചയ്ക്ക് ചിലപ്പോൾ ചോറായിരിക്കും, വൈകിട്ടും ചോറായിരിക്കും. പക്ഷെ ചോറൊന്ന് കുറയ്ക്കണം. ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ വന്നേ പിന്നെ എനിക്ക് വണ്ണം വെക്കുന്നുണ്ടോ, എനിക്ക് ചോറ് കുറച്ച് മതി എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇഷ്ടംപോലെ കഴിച്ചു വയ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് കഴിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ കാര്യത്തിലൊരു കൺട്രോളൊക്കെ വേണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ചോറ് കഴിച്ചു. പിന്നെ ഇവിടുത്തെ മെനു ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് റെസ്റ്റോറൻറ്റുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ തന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നതിലൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളായിരിക്കും കൂടുതൽ. അപ്പോൾ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാലും നമ്മുടെ പൊറോട്ടയൊക്കെ ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഇതുണ്ടോ, സൗത്ത് ഇന്ത്യൻ മീൽസ്. അപ്പോൾ അങ്ങനെ അടിപൊളിയാണ്. ദോശയുണ്ട്, ഡബിൾ പൊറോട്ട,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ തവണ ഞാൻ ഒരു സെറ്റ് ഇങ്ങനെ കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് കേട്ടോ. നമുക്ക് മലയാളി ഫുഡ് തന്നെ വേണമെന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ വന്ന് നമുക്ക് കഴിക്കാം. നല്ല അടിപൊളിയാണ്. ചേട്ടൻ നന്നായിട്ട് കുക്കൊക്കെ ചെയ്യും. ജപ്പാൻകാർക്ക് ഈ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു തവണ കഴിച്ചാൽ തേടി പിടിച്ച് വന്ന് കഴിക്കുന്നതാണ് എനിക്ക് മനസ്സിലായത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ജപ്പാൻ ചന്തയിലേക്കാണ് പോകാൻ പോകുന്നത്. കമേദോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ജപ്പാൻ ചന്ത എന്ന് പറഞ്ഞാൽ അത് ചൈനക്കാരാണ് നടത്തുന്നത്. ഭയങ്കര വിലക്കുറവാണ് പച്ചക്കറികൾക്കും പഴങ്ങൾക്കും ഒക്കെ. അപ്പോൾ കടയിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് ഒന്ന് പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ ഞാനും പരികർമ്മിയായിട്ട് ഇങ്ങനെ കൂടെ പോവാണ്. നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ഈ ഭാഗത്തേക്ക് ഞാൻ അധികം ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ദൂരെ കുറേ കെട്ടിടങ്ങളും അതും ഇതൊക്കെ കാണാം കേട്ടോ. ടോക്കിയോ സ്കൈ ട്രീ ആണെന്ന് അറിയത്തില്ല, അവിടെ എവിടെയോ കാണാമായിരുന്നു പോകുമ്പോൾ. അപ്പോൾ ഞങ്ങളിങ്ങനെ നാട്ടിലെ കാര്യങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോവാണ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും നമ്മൾ ബോധേഡാവുന്ന കാര്യമാണ് പച്ചക്കറി അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ എക്സ്പെൻസ് ആവോ ചീപ്പാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ പോയിട്ട് നമ്മൾ മേടിച്ച് ഫ്രോസൺ ഇതായിട്ടൊക്കെ വെക്കുകയാണ്, വെളുത്തുള്ളി അങ്ങനെയുള്ളതൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഈസിയാന്ന് തോന്നുന്നു. എക്സ്പെൻസ് കുറവാണ് കേട്ടോ. എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. നമ്മൾ അല്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ മേടിക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണല്ലോ. അപ്പോൾ എനിക്കിവിടെ ചെന്നപ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. അതൊക്കെ നിങ്ങളെയും കാണിച്ചു തരാം. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അത് കണ്ടോ? അപ്പോൾ അത് കണ്ടു. പോലീസുകാരൊക്കെ വന്നത് മാറ്റാനുള്ള പരിപാടിയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കമേദോ പച്ചക്കറി മാർക്കറ്റിൻ്റെ അങ്ങോട്ട് എത്തി. പച്ചക്കറികൾ മാത്രമാണ് കേട്ടോ ഇവിടെ. പല ടൈപ്പ് പച്ചക്കറികൾ ഇവിടെ കാണാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ചന്തയൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോഞ്ചേട്ടൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം, നമുക്ക് പോവാം, സെറ്റായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതിനും അല്ലാത്ത ഷോപ്പിംഗ് സ്ട്രീറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ടോക്കിയോയിലൊക്കെ ആണെങ്കിൽ അമേയ യോക്കോച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇങ്ങനെ വെട്ടിക്കൂട്ടിയിട്ടേക്കണം അങ്ങനെ ഇങ്ങനത്തെയൊക്കെയുള്ള. പക്ഷേ പച്ചക്കറി മാത്രമുള്ള ഒരു മാർക്കറ്റ് നമ്മൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ സമയം ആയതുകൊണ്ടാണ് വലിയ തിരക്കൊന്നും ഇല്ലയെന്ന് റോഞ്ചേട്ടൻ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഇതിൽ കൂടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരായിരിക്കും. അത് രാവിലെയൊക്കെ നമ്മുടെ മാർക്കറ്റിലുള്ള പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നു, ഭയങ്കര തിരക്കും പിടുത്തമൊക്കെ ആയിരിക്കും. ഞങ്ങൾ കുറച്ചും കൂടി ഒരു ഉച്ചയൊക്കെ അടുത്തൊരു സമയത്താണ് വന്നത്. അതുകൊണ്ട് പിന്നെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ പച്ചക്കറികളൊക്കെ എടുക്കുന്ന കട. ഒത്തിരി പച്ചക്കറികളുണ്ടായിരുന്നു കേട്ടോ. അതിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഒരു ബോക്സിനൊക്കെ 298 ജാപ്പനീസ് എന്നൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ ഒരു 3-4 എണ്ണത്തിന് തന്നെ അത്രയും റേറ്റ് ആവും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ വലിപ്പമാണ്. ഇതുണ്ടോ എന്തൊരു വലിപ്പമാണ് നോക്കി. സവാളയാണ്. സവാളയ്ക്ക് ഒരു ബോക്സിനാണ് 698. അപ്പം ഭയങ്കര ലാഭമാണത്. അപ്പോൾ ഒത്തിരി പേര് കടയിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് ഇതൊക്കെ എടുക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ റോഞ്ചേട്ടൻ അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഓരോന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കുകയാണ്. ആ ചൈനക്കാരൻ നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഇന്നത് ചീപ്പാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രോസൺ ഐറ്റംസ് നോക്കിയപ്പോൾ ഇതുണ്ടോ അങ്ങനത്തെ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഓരോന്നായിട്ട് നോക്കി കഴിയുമ്പം എല്ലാം അത്യാവശ്യം നല്ല ലാഭമായിരുന്നു കേട്ടോ. നമ്മുടെ വയലറ്റ് കളറുള്ള ക്യാബേജൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സവോളയില്ലേ വയലറ്റ് കളറുള്ള അതുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തണ്ണിമത്തൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാം നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. ഒത്തിരി പേര് ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ വന്നപ്പോൾ തിരക്ക് കുറവായതാണ്, അല്ലെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കാണെന്നാണ് അറിഞ്ഞത്. എല്ലാ സാധനങ്ങൾക്കും നമുക്ക്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ നിന്നൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട് സ്റ്റോക്ക് ചെയ്യുമായിരുന്നെങ്കിൽ. പിന്നെ നമ്മുടെ കപ്പളങ്ങ ഉണ്ടോ. പക്ഷേ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ഫ്രഷ് ഐറ്റം ആയിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ വന്ന സ്ഥലത്ത് നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എല്ലാം നല്ല മല്ലിയിലയും നീമൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിരുന്നു. ഈ ആളാണ് കേട്ടോ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നതും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തരുന്നത്. അപ്പോൾ അവിടുത്തെ ഇതാണ്. പിന്നെ ഇഞ്ചിയൊക്കെ കണ്ടോ എന്തൊരു വലിപ്പമാണ് നോക്കി. അപ്പോൾ ഇഞ്ചിയൊക്കെ വേണമെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ഒരു ഇത് തന്നെ മതി. 650 എന്നുള്ളൂ കേട്ടോ ആ ഒരു പെട്ടിക്ക്. പിന്നെ താമരയുടെ ആ കിഴങ്ങാന്ന് തോന്നുന്നു. ഇത് കണ്ടോ നല്ല ക്ലീനായി ഫ്രഷാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കണേ. അല്ലാണ്ടൊരു വാട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല. നല്ല അടിപൊളിയാണ്. അങ്ങനെ റോംചേട്ടൻ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് കൂട്ടുന്നുണ്ട്. ജപ്പാനിൽ വന്നതിന് ശേഷം പുറത്തുനിന്ന് ഫുഡ് മേടിച്ച് കഴിച്ച് ജീവിക്കുക എന്നുള്ളത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ സ്വന്തം കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങുമ്പം ചുമ്മാ അതും ഇതുമൊക്കെ ഭയങ്കര വിലയ്ക്ക് വാങ്ങിച്ച് കൂട്ടിയാലും എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെയുള്ള മാർക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമുക്ക് പൈസ സേവ് ചെയ്യാനായിട്ട് പറ്റും. തക്കാളിയുടെയൊക്കെ വലിപ്പം നോക്കി ഭയങ്കര വലിപ്പമാണ്. അതുപോലെ അവിടെയൊക്കെ ഇപ്പോൾ കുറേ പഴങ്ങളും അതും ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. എല്ലാം വില കുറവാണ്. നമ്മുടെ ക്യാരറ്റും അതും ഇതെല്ലാം എല്ലാത്തിനും വില കുറവാണ്. അപ്പം അതുപോലെ മുളകും എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം നമുക്ക് അത്യാവശ്യം ഇതൊക്കെ നോക്കി പോവുകയാണെങ്കിൽ ചിലവൊക്കെ കുറച്ച്. പിന്നെ കടക്കാർക്കൊക്കെ ഭയങ്കര ലാഭമാണ് കേട്ടോ ഇത്. അപ്പം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ പോവുകയാണ്. അപ്പം അങ്ങനെ കൊണ്ടുപോയിട്ട് തിരിച്ച് ട്രോളി വെക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഉരിഞ്ഞു വെച്ച സവാളയില്ലേ അതും വേറെ എന്തോ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. നീമാന്ന് തോന്നുന്നു. അപ്പോൾ അതും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ, പച്ചമുളകൊക്കെ നല്ല ഫ്രഷാണ്, അടിപൊളിയാണ്. നമുക്കൊക്കെ പച്ചമുളകില്ലാതെ മലയാളികൾക്ക് പറ്റത്തില്ലല്ലോ. അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ തിരിച്ച് പോകാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ഇനി നേരെ പോയിട്ട് ഫുഡ് അവിടെ നിന്ന് ഉച്ചയ്ക്കും അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ റവീന്ദ്രൻ്റെ അവിടെ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അവിടെ ചെന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഈ വെജിറ്റബിൾസ് ഇങ്ങനെ എന്തൊരു ബാറ്ററിൽ മുക്കി പൊരിച്ചെടുത്ത് അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വയറ് നന്നായിട്ട് നിറഞ്ഞു, നല്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അതുപോലെ ദാൽ കറിയില്ലേ, അതായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. അത് കഴിക്കുകയാണ്. അപ്പുറം റോബിൻ ചേട്ടനും ഇരിക്കുന്നുണ്ട്. 3 മണിക്കാണ് ഇവിടുത്തെ ക്യൂക്ക്, അതായത് ബ്രേക്ക് ടൈം. അപ്പോൾ ആ ഒരു സമയത്തൊക്കെയാണ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കാറ്. പിന്നെ രാത്രി വന്നിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ചോദിച്ച് മേടിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ എന്തായാലും ചെയ്യണം. നല്ല ടേസ്റ്റ് ആയിരുന്നു. വെജിറ്റബിൾ കഴിക്കാതെ ആരും കഴിച്ചു, അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. എന്തോ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്, എന്തായാലും അത് ചോദിക്കണം. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞല്ലോ, ഇനി വൈകിട്ടായി. ഇനി വൈകിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുവാണ്. അപ്പോൾ പിന്നെ ദൈസോയിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. ആദ്യം ഒന്ന് കടയിലൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എനിക്കൊരു പാഴ്സലും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു വയർലെസ് മറ്റേതായിരുന്നു, ചാർജറായിരുന്നു. അതെടുക്കാനുണ്ടായിരുന്നു. വെയിൽ ഒതുങ്ങിയതുകൊണ്ട് നടക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ. ഒന്നത് വയറൊക്കെ ഫുള്ളായി. ഞാൻ പോയി കുറച്ച് റെസ്റ്റ് എടുത്തു. ഇന്നലെ വീഡിയോ ഇട്ടില്ല, ഇന്നലത്തെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം ചെയ്തെല്ലാം വെച്ചു. എന്നിട്ടൊരു സൈഡിൽ കൂടെ പോവാണ്. പല വഴി കൂടെ നമുക്ക് എത്താം കേട്ടോ. അപ്പോൾ വെയിലിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഞാൻ പോകാറുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ സൈഡിൽ കൂടെ വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ, നമ്മൾ രാവിലെ വന്നത് ഒരു സൈഡിൽ കൂടെ അല്ലേ, ഇത് നമ്മൾ നേരെ കറക്റ്റായിട്ട് സ്റ്റേഷൻ്റെ ഇതിൽ കൂടെ തന്നെയാണ് പോകുന്നത്. അപ്പം അത്യാവശ്യം കുറച്ചൊക്കെ ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടോ, വൈകിട്ട് അസ്തമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതും ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ പാഴ്സലൊക്കെ എടുത്തു. ഒരു വയർലെസ് ചാർജറായിരുന്നു കേട്ടോ. അത് കിട്ടി. എൻ്റെ ഫോണിന് ചാർജ് കയറുന്നില്ല, കുത്തിച്ചാരി വെച്ചാലേ കയറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു റോബിൻ ചേട്ടൻ പറഞ്ഞൊരു പരിഹാരമാണിത്. അപ്പോൾ അതുകൊണ്ടൊരു സന്തോഷമായി. അല്ലെങ്കിൽ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ചാർജ് വേണ്ട, അത് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ നാട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ അയക്കുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും പാർട്സൊക്കെ വേണമെങ്കിൽ റോബിൻ ചേട്ടൻ്റെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പോൾ നിലവിൽ ഒരാൾ കാറിൻ്റെ ഒരു സംഭവം ചോദിച്ചിട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചില്ലേ ഈ നമ്പർ, അതിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ, നമുക്കിത് ശരിയാക്കാം. അപ്പോൾ എന്തായാലും എൻ്റെ വയർലെസ് ചാർജറൊക്കെ കിട്ടി. ഇനി ഇതിൽ ചാർജ് ചെയ്തിട്ട് വേണം. പിന്നെ പോകുന്ന വഴിക്ക് ദൈസോയിലൊന്ന് കയറണമായിരുന്നു കേട്ടോ. 100 ഷോപ്പിൽ കയറി 1-2 സാധനങ്ങളൊക്കെ നോക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഡ്രസ്സുകളൊക്കെ തൂക്കിയിടാനായിട്ടേ സ്ഥലം പരിമിതികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 സാധനം മേടിക്കണം. പിന്നെ നാളെ മുതൽ നടക്കാൻ പോകണമെന്നുണ്ട്. അപ്പോൾ 2 സോക്സൊക്കെ മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെവിടെ നേരെ നോക്കുമ്പോൾ നമുക്ക് ദൈസോ കാണാം. അങ്ങനെ ദൈസോയിലെത്തി. അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അങ്ങനെ ചെന്ന് ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. നിങ്ങളെ ശരിക്കും ഒരു ദിവസം ഫുള്ളും കാണിക്കാൻ പാകത്തിനുള്ള ഒരു ഫുൾ വ്ളോഗ് എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ക്യൂട്ടായുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ സോക്സൊക്കെ മേടിച്ച്, നമുക്ക് രാത്രി ആയല്ലോ, നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം. അപ്പോൾ 2 സിമ്പിളായിട്ടുള്ള സോക്സാണ് കേട്ടോ മേടിച്ചത്. നടക്കാൻ പോകുമ്പോൾ ഇടാനാണ്. ആ 2 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഭിത്തിയിൽ തൂക്കാനായിട്ട് 2 സാധനമൊക്കെ മേടിക്കണം. സോക്സിൻ്റെ കുറേ പല ടൈപ്പ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഷൂവിനടിയിൽ വെക്കുന്നു, അതും ഇതും അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ബഡ്ജറ്റ് നോക്കി മാത്രം സാധനങ്ങൾ മേടിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ അതും ഇതും മേടിച്ച് ഒന്നും പൈസ കളയുന്നില്ല. സ്നാക്സ് കാര്യങ്ങൾ ഒത്തിരി സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം 100 ഷോപ്പിലാവുമ്പം 60 ആവുള്ളൂ, 60-50 ഒക്കെ ആവും. നമ്മുടെ ഇന്ത്യ മണി അത്രയൊക്കെ ആവുള്ളൂ. എന്നാലും നമ്മുടെ വറ്റൽമുളകൊക്കെ ഇരിക്കുന്നുണ്ടോ. എന്നാലും ഞാൻ സാധനങ്ങളൊന്നും മേടിച്ച് വീഡിയോയ്ക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ അധികം പൈസ ഇപ്പോൾ ചിലവാക്കുന്നില്ല. നമുക്കിതൊക്കെ ചെയ്യാട്ടോ. എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഫുഡിൻ്റെ കൂടെ, നമ്മുടെ റൈസിൻ്റെ കൂടെ ചേർത്തിട്ട് ഫ്രൈഡ് റൈസ് പോലെ ആക്കാൻ പറ്റുന്ന അങ്ങനത്തെ കുറേ ഐറ്റംസ്, സീസണിങ്സൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റമാണ് കേട്ടോ ഇത്. അത് കണ്ടെത്താ ദൂരത്തോളം അതും ഇങ്ങനെ നീണ്ടു കിടക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ടു. പിന്നെ നമുക്ക് മേടിക്കേണ്ട സാധനം, നമുക്ക് ഇങ്ങനെ തുണിയൊക്കെ തൂക്കിയിടാനും അങ്ങനെയൊക്കെ ഇട്ടാനുള്ള ഹുക്കുകളായിരുന്നു. അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം മേടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. അപ്പോൾ ജോലിക്ക് കയറി ഇതിൽ സ്പീഡിലായിരിക്കും സമയമൊക്കെ പോകുന്നത്. വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.